ചായ ചായ കുടിച്ചോ? പിന്നെ ആ ഇത് എത്രാമത്തെ? മൂന്നാമത്തെ. ഫുള്ള് പഞ്ചസാര. മോനെ ഞാൻ ഒരു സാധനം കാണിക്കാം. ആ ഒരു ടീസ്പൂൺ എന്തായാലും ഒരു ചായയിൽ ആവശ്യം ഉണ്ടാവുമല്ലോ അല്ലേ? ഞാൻ ഒന്നോ രണ്ടോ ഉള്ളൂ. ഒന്നോ രണ്ടോ? മധുരം ഭയങ്കര ഇഷ്ടമാണ്. തൽക്കാലം നമുക്ക് ഒന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, 2 ചായ മിനിമം ഒരു ദിവസം. ആ രണ്ടും എന്തായാലും 3 പോവും. ശരി, 2 തന്നെ പിടിച്ചോ. ഓക്കെ. രാവിലെ 1, വൈകുന്നേരം 1, ആഴ്ചയിൽ 7 ദിവസം. ഒരാഴ്ചയിൽ അപ്പോൾ ഇത്രയും പഞ്ചസാര ചായയിൽ മാത്രം. അതെ, ഞാൻ മറ്റൊന്നും പറഞ്ഞിട്ടില്ല, സ്വീറ്റ്സ് പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ ഒരു മാസം അങ്ങനെ തന്നെ അല്ലേ ഏകദേശം? അതെ. ഓക്കെ, എഗെയിൻ ഇത്ര പഞ്ചസാര കഴിക്കണ്ടില്ല ഞാൻ. കഴിഞ്ഞില്ല, നമ്മളാകെ 10 ദിവസമായിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ഒരു മാസത്തെ നിന്റെ ചായത്തെ പഞ്ചസാരയുടെ അളവ്. നീ ഒരു കാര്യം ചെയ്തൊന്ന് കഴിച്ച് ഞാൻ ഒന്ന് കാണട്ടെ. എന്നെ കൊണ്ട് കഴിയാനില്ല. എന്തൊക്കെ ഇത് മിഠായി കുടിക്കുന്നില്ലേ? അല്ല അങ്ങനല്ല, ഇങ്ങനെ പഞ്ചസാര പ്രശ്നല്ലേ? ആണോ? ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു 12 മാസത്തെ കണക്കെടുത്താലോ? അയ്യോ, അപ്പൊ ഒരു ചാക്ക് പഞ്ചസാര കഴിക്കട്ടെ ഞാൻ. പ്രിയ സുഹൃത്തെ, നമുക്ക് ചായ മതി, മധുരം വേണമെന്നില്ല. മധുരം ഇല്ലാണ്ടേ കുടിക്കാം, കുടിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. ഈ പഞ്ചസാര കുടിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിനക്കറിയാൻ. ചെറുപ്പമാണ്. അല്ല, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് അറിയാം. നിനക്കിപ്പോൾ എത്ര വയസ്സ്? എനിക്കിപ്പോൾ 27. ഞാൻ ഇത്രയും ലെവലിൽ ഞാൻ അടുത്ത 27 ഇയേഴ്സ് കൂടെ ഓടുമോ? പ്രശ്നമാണ്. ചാക്ക് കണക്കിന് പഞ്ചസാരയുടെ ഒരു മാസം. സത്യം പറഞ്ഞപ്പോഴാണ് അതിനെ കുറിച്ച് ഞാൻ ആലോചിക്കണത്. ഓക്കെ, ചിന്തിക്കണത് ഇപ്പോഴാണ്. ഞാനൊരു സൊല്യൂഷൻ പറയാം. നിനക്കിപ്പോൾ ചായ മതിയല്ലോ. അതെ. തൽക്കാലം നമുക്ക് പഞ്ചസാര ഒഴിവാക്കാം. ഒരു ചായ എടുക്ക്, ഒന്ന് കുടിച്ചു നോക്ക്. വിത്തൗട്ട് ചായ. വിത്തൗട്ട് കുടിക്കാൻ പറ്റുമെങ്കിൽ അതാട്ടോ നല്ലത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ചാക്ക് കണക്കിന് പഞ്ചസാര കഴിച്ചിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് മാറുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇതൊരു ഹെൽത്തി പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, സ്റ്റീവിയ എന്ന് പറയും. സ്റ്റീവിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മധുര തുളസി. ഓക്കെ, ജസ്റ്റ് ഒരു ഡ്രോപ്പേ യൂസ് ചെയ്യുന്നുള്ളൂ. മധുര തുളസിയൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, പഞ്ചസാരയൊക്കെ ഒരുപാട് മധുരമുള്ള ഒരു ഐറ്റമാണ്. എന്നാൽ പഞ്ചസാര ഉണ്ടാക്കുന്ന ഒരു പ്രശ്നവും മധുര തുളസി ഉണ്ടാക്കില്ല. ഓക്കെ, ഇനി ഒന്ന് കുടിച്ചു നോക്ക്. മധുരമുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ ഈ പഞ്ചസാര ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ശരിയാ, നമ്മൾ ഇത്രയും പഞ്ചസാര കഴിക്കണേന് ഒരൊറ്റ ഡ്രോപ്പിൽ നമുക്ക് ആ ഒരു മധുരം കിട്ടണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ഇതല്ല നല്ലത് അല്ലേ? ഇനി ഇതിൽ ഏകദേശം 300 ഡ്രോപ്സ് വരുന്നുണ്ട് ഈ ഒറ്റ ബോട്ടിൽ. ഓക്കെ, 300 ഡ്രോപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് വെച്ച് കണക്കൂട്ടുമ്പോൾ വേർത്താണോ? തീർച്ചയായിട്ടും അല്ല. ഞാനിപ്പോഴാണ് ഇതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. ഓക്കെ, നൈസ്. ഇനി നീ എനിക്ക് ജ്യൂസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കാം. വിത്തൗട്ട് മേടിക്കുക, പഞ്ചസാര ഇടാതെ ജ്യൂസോ കാര്യങ്ങളോ മേടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ടാബ്ലറ്റ്. ഓക്കെ, ഈ സ്റ്റീവിയുടെ തന്നെ പ്രൊഡക്റ്റാണ്. ഒരു ടാബ് ഇടുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കുടിച്ചു നോക്ക്. ഇപ്പോഴാണ് ഒരു ജ്യൂസ് ഹെൽത്തി ആവുന്നത്. ഒരു ജ്യൂസ് നമ്മൾ എടുത്തിട്ട് അതിൽ പഞ്ചസാര ഇട്ട് അതോടുകൂടി അതാണ് ഹെൽത്തി ആയി. നമ്മൾ ജ്യൂസ് എന്തിനാണ് കുടിക്കുന്നത്? ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്. സോ ഇത് മറ്റൊരു സൊല്യൂഷൻ. ഇനി നിനക്ക് വീട്ടിൽ പലഹാരങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കേക്കോ പേസ്ട്രീസ് ഐറ്റംസ് എന്തുവാണെങ്കിലും ഉണ്ടാക്കാനോ ഇതിൻ്റെ തന്നെ പൗഡർ വേർഷനും. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ എടുത്ത 3 പ്രോഡക്റ്റ് ആണ് നമ്മുടെ സ്റ്റീവിയൊക്കെ ഉള്ളത്. അതെ. സ്വീറ്റിന് ബ്രാൻഡിനുള്ളത്. അതെ. ഓക്കെ, ഇവിടെ ഇപ്പോൾ എടുത്ത് പഞ്ചസാരയുടെ ഒരു 10 ഇരട്ടി എടുത്താലും ഇതുമായിട്ട് ഈക്വലായി പോകും. ഓക്കെ, ഇതിന്റെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊക്കെ എങ്ങനെ? ഒരു സൈഡ് എഫക്ട്സും ഇല്ല. ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു ഗ്യാസ് ട്രബിൾ ചെറിയ രീതിയിൽ വന്നേക്കാം. വളരെ ചെറിയ ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പോൾ പഞ്ചസാരയുടെ ടേസ്റ്റ് അല്ലല്ലോ ശർക്കരയ്ക്ക്, ആ ഒരു ടേസ്റ്റ് അല്ല തേനിന് വരുന്നത്. സോ കുറച്ച് ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു ടേസ്റ്റ് ഇപ്പം നിനക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഒരു ലെയർ വേറെ മധുരമാണ് കിട്ടുന്നത്. സോ ആ ഒരു വ്യത്യാസം ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല.
ആക്ച്വലി നമ്മളൊക്കെ പഞ്ചസാരയൊക്കെ അടിമപ്പെട്ടതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് അതൊക്കെ. നമ്മൾ ചെറുപ്പം മുതലേ പഞ്ചസാരയുടെ മധുരമാണല്ലോ കഴിക്കുന്നത്. ഒരു 2-3 ദിവസം പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ ഇതുമായിട്ട് യൂസ്ഡ് ആവാൻ പറ്റും. പിന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള മറ്റു മേഖലയൊന്നും ഇല്ലെങ്കിലും ചായ, ജ്യൂസ്, എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് എന്നൊക്കെ നമുക്ക് പരമാവധി ഈ സ്റ്റീവിയ അല്ലെങ്കിൽ മധുര തുളസി കൊണ്ടുള്ള മധുരം യൂസ് ചെയ്ത് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും. ഓക്കെ, ഇത് കുട്ടികൾക്ക് കഴിക്കണേ കൊണ്ട് എന്തെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഉപയോഗിക്കാം, പ്രായമായവർക്ക് ഉപയോഗിക്കാം, ഈവൻ ഡയബറ്റിക് ആയ ആളുകൾക്ക് ഉപയോഗിക്കാം. സോ ഇതിന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. എല്ലാം കൊണ്ടും സേഫാണ്. 0 കാലറീസ് ആണ്, 0 ഫാറ്റ് ആണ്. സോ റെഡി ടു യൂസ്, നോ പ്രോബ്ലം. പഞ്ചസാര നമുക്ക് ഒഴിവാക്കപ്പോ തീർച്ചയായും അല്ലേ. നമ്മൾക്ക് മധുരം എന്നുള്ളൊരു ആഗ്രഹമാണെങ്കിൽ സ്വീറ്റിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച മധുരം നമുക്ക് കിട്ടും. മധുരം കിട്ടും, ബട്ട് ഹെൽത്തിന് യാതൊരു പ്രശ്നം വരും. സൈഡ് എഫക്ട്സോ യൂസ് ചെയ്ത് ഡയറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെന്നേ. ഡയറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ആളുകൾ. സോ ഇതൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. നമുക്ക് ആ ഒരു ഫ്ലേവറാണ് നമുക്ക് മാറ്റി വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നൈസ് സൊല്യൂഷൻ. ഓക്കെ, ഞാനിപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അറിയുന്നത്. ട്രൈ ശ്രമിച്ചു. ഇപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഏത് വഴിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഷീറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് നമ്മുടെ വെബ്സൈറ്റ് വഴി മേടിക്കാം. നമ്മൾ സോഷ്യൽ മീഡിയ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പ്ലസ് എക്സ്ക്ലൂസീവ്ലി നമ്മളൊരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു വ്യക്തിനെ നമ്മുടെ പ്രൊഡക്ട്സ് ഏൽപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രാഞ്ചൈസ് ആയിട്ടോ ഡീലറായിട്ടോ ഒരു പഞ്ചായത്തിൽ നമ്മുടെ പ്രൊഡക്ട്സ് ഇനി അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പഞ്ചായത്തിൽ എന്ന് പറയുമ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരാൾ ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ വേറെ എല്ലാ പ്രൊഡക്ട്സും ആളുടെ കയ്യിലുണ്ടാവും. ഓക്കെ, ആ പഞ്ചായത്തിൽ റിക്വയർമെന്റ് വരുമ്പോൾ 24/7 ആൾ അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, മാക്സിമം ഒരു 1 hourനുള്ളിൽ തന്നെ ആ പുള്ളിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടിപൊളി. ഇത് ഫ്രാഞ്ചൈസി കിട്ടാൻ വല്ല ക്രൈറ്റീരിയാസോ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് ഇതിന്റെ? ഇല്ലേ, നമുക്ക് എന്ന് വെച്ചാൽ ഒരു സെക്കൻഡറി ഇൻകം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സെക്കൻഡറി ഇൻകം ആവാം, അല്ലെങ്കിൽ ഓക്കെ ഇപ്പൊ ഒരുപാട് ഹൗസ് വൈഫ് ആളുകളുണ്ട്, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് അങ്ങനത്തെ മൈൻഡുള്ള ആളുകൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ നിലവിലുള്ള ഫ്രാഞ്ചൈസീസ് ഇപ്പൊ ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട്, പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ട്, റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്, ഓട്ടോ ഡ്രൈവേഴ്സ് ചെയ്യുന്നുണ്ട്. സോ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും മെയിൻ ആയിട്ട് ഒരു ഹെൽത്തി പ്രൊഡക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ആളുകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് ഒരു വീട്ടിൽ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ഉണ്ടാവും എന്നാണ് കണക്ക് പറയണത്. സോ അവരുടെ പഞ്ചായത്തിൽ എത്ര വീടുകളുണ്ടോ അത്രയും ഓരോ വീട്ടിൽ ഒരാളെ വെച്ച് നോക്കിയാൽ തന്നെ അത്രയും ഡയബറ്റിക് പേഷ്യൻസ് അവിടെ ഉണ്ട്. ഓക്കെ, ഇതൊരു ബിസിനസ് ആണെങ്കിൽ ഇപ്പൊ ഞാനൊരു ഫ്രാഞ്ചൈസി എടുക്കുകയാണെങ്കിൽ എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള മാർക്കറ്റിംഗ് സൈഡ് കാര്യങ്ങളൊക്കെ എങ്ങനെ? ബ്രാൻഡിങ് സൈഡ് കംപ്ലീറ്റ് കമ്പനി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ജെന്യൂൻ പ്രൊഡക്റ്റ് ആണ്. സോ അതിന് മാർക്കറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം കമ്പനിയുടെ ഭാഗത്ത് പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതിനെക്കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇനി ഇൻ കേസ് അങ്ങനെ ഒരു ബ്രാൻഡിങ് കണ്ടിട്ട് ഇപ്പോൾ തൻ്റെ പഞ്ചായത്തിന് താൻ ഫ്രാഞ്ചൈസി എടുക്കുന്നുണ്ട് വിചാരിക്കാം, തൻ്റെ പഞ്ചായത്തിൽ നിന്ന് ഒരു ക്ലയൻറ്റ് നേരിട്ട് വിളിക്കുകയാണ്, ഈ പ്രൊഡക്റ്റ് എനിക്ക് തരാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെ പർച്ചേസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും, നിന്റെ പഞ്ചായത്താണെങ്കിൽ നേരെ നിന്നെ കണക്ട് ചെയ്ത് തരാം. ഓക്കെ, ആ രീതിയിലായിരിക്കും നമ്മുടെ ക്യാമ്പയിൻ മാർക്കറ്റിംഗ് പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ടാവുക. അടിപൊളി. ഇനി നമുക്ക് ഒരുപാട് ലൈനപ്പ് പ്രോഡക്ട്സ് ഉണ്ട്, ഒരു 10ഓളം പ്രോഡക്ട്സ് ഇനി ഇറങ്ങാനുണ്ട്. സ്റ്റീവിയ റിലേറ്റഡ് ആണ്, ഹെൽത്ത് വൈസ് റിലേറ്റഡ് ആണ്. സോ ഞാൻ ആ ഒരു സസ്പെൻസ് ഇപ്പോൾ പറയുന്നില്ല കാര്യമായിട്ട്. സോ നെക്സ്റ്റ് ഈ പറഞ്ഞ 10 പ്രൊഡക്റ്റ് വരുന്നതും ഈ ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയിലൂടെ മാത്രമായിരിക്കും. ഒരു ഷോപ്പ് സൂപ്പർ മാർക്കറ്റ് കൺസെപ്റ്റിലേക്ക് പോകുന്നില്ല. ഞാനത് ചോദിക്കാൻ നിൽക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ഒന്നുകൂടെ നമ്മളൊരു പറഞ്ഞല്ലേ, നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ അത് എത്രയും പെട്ടെന്ന് നല്ല അതിൻ്റെ എക്സാക്ട്ലി ഉള്ള ആളുകളുടെ അടുത്തേക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ പ്രൈമറി ഉദ്ദേശം. ഓക്കെ, ഇപ്പൊ നിലവില് ഫ്രാഞ്ചൈസികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആവില്ല അനൗൺസ് ചെയ്തതിനു ശേഷം? ഓക്കെ, അടിപൊളി. പിന്നെ നമ്മളെ പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നതേ നമ്മളെ ഈ ഡ്രോപ്പ് നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ, അതൊക്കെ യങ് ആയിട്ടുള്ള പിള്ളേർക്കൊക്കെ ഭയങ്കര ജസ്റ്റ് ഇപ്പൊ ആ ഒരു കൾച്ചർ പുറത്തൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയിട്ടില്ല. ഇത് പോക്കറ്റിലിട്ട് കൊണ്ടുപോകാം, പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പോക്കറ്റിലിട്ട് കൊണ്ടുപോകാം, ആവശ്യമുള്ള സമയത്ത് എടുത്ത് യൂസ് ചെയ്യാം. അത്രയല്ലേ ഉള്ളൂ. മറ്റേ നമ്മൾ പഞ്ചസാര നേരെ ഏറ്റി കൊണ്ടുപോകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നം നമ്മൾ സഹിക്കണം. അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. ഇപ്പോൾ ഡയബറ്റിക് ആയ ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അതിനുശേഷം വല്ല ഇഷ്യൂസ് വരുന്ന സമയത്തും നമ്മൾ അപ്പോഴൊന്നും നമുക്കൊരു കംബാക്ക് കിട്ടൂല. സോ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക, അതിനനുസരിച്ച് ഡിസിഷൻസ് എടുത്തിട്ട് മുന്നോട്ട് പോവുക. എൻ്റെ ഒരു ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റീവിയന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഈ ഡയബറ്റിക് ഉള്ള ആളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓലെ ഡയബറ്റിക്കിന്റെ അളവ് കൂടുക കുറയുക അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം? ഒരു കൺഫ്യൂഷൻ വരാം. ഇത് ഒരു മെഡിസിൻ അല്ല. ഇത് മെഡിസിൻ അല്ല. ഡയബറ്റിക്സ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ അല്ല ഇത്.
ഓക്കെ. ഇത് ഒരു ഡയബറ്റിക് ആയ ആൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആളെ സംബന്ധിച്ച് ആളുടെ നിലവിലുള്ള അവസ്ഥ മോശാവസ്ഥയ്ക്ക് പോകില്ല. മറ്റു മെഡിസിൻസോ കാര്യങ്ങളോ പുള്ളി ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്ക് കണ്ടിന്യൂ ചെയ്യാം. പഞ്ചസാര എന്നുള്ള ഒരു ആർത്തി ഒഴിവാക്കാം. അതാണ് ഇതുകൊണ്ടുള്ള പ്രൈമറി ഉദ്ദേശം. മധുരം മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്, മറ്റു ഒരു പ്രശ്നങ്ങളും നമ്മൾ കൊടുക്കുന്നില്ല. ഇനി നേട്ടങ്ങൾ പറയുകയാണെങ്കിൽ പഞ്ചസാരയുടെ എന്തൊക്കെ ദോഷങ്ങളുണ്ടോ അതൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ നേട്ടം. ശരി. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകളുടെ PCOS, PCOD, ഇപ്പം മുഖക്കുരു പ്രശ്നങ്ങൾ, ഏജിങ്, അതായത് നമ്മൾ പഞ്ചസാര സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളും ഷുഗർ കട്ട് ചെയ്ത ആളെയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഷുഗർ കട്ട് ചെയ്ത ആൾ കുറച്ചുകൂടെ യങ് ആയിരിക്കും. അവരുടെ സ്കിൻ ടോൺ നല്ല മാറ്റം ഉണ്ടാവും. സോ അങ്ങനത്തേതായിട്ടുള്ള ചേഞ്ചസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം കൊണ്ട് സ്റ്റീവിയൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. നമ്മുടെ ഓപ്പറേഷൻ രീതികളൊക്കെ എങ്ങനെയാണ്? ഇനിയിപ്പോൾ ബിസിനസ് ഫ്രാഞ്ചൈസറാണ്. ഇപ്പം നീ ജസ്റ്റ് നിന്റെ ഫോണൊന്ന് എടുത്തിട്ട് നോക്കി നോക്കും. നിനക്ക് നിന്റെ കോൺടാക്ട്സിൽ എത്ര ആളുകൾ ഡയബറ്റിക് ആയിട്ടുണ്ടാവും? ഡയബറ്റിക് എത്ര ആളുകൾ നിന്റെ കോൺടാക്റ്റിലുണ്ടാവും? ഒരുപാട് പേരുണ്ട്. നിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ എത്ര ആളുകളുണ്ടാവും? ഒരുപാട് പേരുണ്ട്. നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടൊന്ന് 4 പുറം അന്വേഷിച്ച് നോക്ക്. എവിടെ നോക്കിയാലും ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അതെ, അങ്ങനത്തെ അവസ്ഥയിലെത്തി. അതെ. സോ അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അതെ. സോ അതൊക്കെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഓക്കെ, മനസ്സിലാക്കാൻ. എനിക്കിപ്പോൾ ഒരു ഷോപ്പ് വേണമെന്നോ ഒരു സ്റ്റാഫ് വേണമെന്നോ അങ്ങനെയൊന്നും ഒരു കണ്ടീഷൻ നമ്മൾ വെക്കുന്നില്ല. ഇനി ഓക്കെ അത്രയും വോളിയുള്ള ഒരു ഏരിയ ആണ്, അയാൾക്കൊരു സ്റ്റാഫ് വെച്ച് ഓക്കെ, അത് അയാളുടെ ഇഷ്ടമാണ്. ഓക്കെ. ആള് നിലവിൽ ചിലപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ആളായിരിക്കാം, നിലവിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കാം. ആളെ ഷോപ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടുന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്, ഓക്കെ, അത് അയാളുടെ ഇഷ്ടമാണ്. നമ്മൾ ആ ഒരു കാര്യമൊന്നും നിർബന്ധം പറയുന്നില്ല. നമ്മുടെ ഫ്രാഞ്ചൈസിന്റെ പാക്കേജസ് എങ്ങനെയാണ് വരുന്നത്? നമ്മളൊരു ബേസിക് പ്ലാനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. 10,000 റുപ്പീസിൻ്റെ ഒരു പാക്കേജ്. 10,000 റുപ്പീസ് എന്ന് പറയുന്നത് 8,000 റുപ്പീസ് പ്രൊഡക്റ്റിനും 2,000 റുപ്പീസ് ഒരു ഫ്രാഞ്ചൈസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ആൾക്ക് ഓക്കെ ഇത് വർക്കൗട്ട് ആകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇനി 2,000 രൂപ തിരിച്ചു കൊടുക്കും. ഓക്കെ. ഇനി ഈ പറഞ്ഞ പ്രൊഡക്റ്റ്, എല്ലാ പ്രൊഡക്റ്റ് നമ്മൾ 3 പ്രൊഡക്റ്റ് കാണിച്ചു കഴിഞ്ഞാലോ, ഈ 3 പ്രൊഡക്റ്റിന്റെ ഒരു 15 പീസ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. ഫസ്റ്റ് ഒരു ട്രയൽ എന്നുള്ള രീതിയിലാണ്, ട്രയലായിട്ട് മാത്രം കാണാം. കാരണം ഒരു ഈ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടാനും ഇത് ആളുകൾക്ക് ഇടയ്ക്ക് ഒന്ന് അവതരിപ്പിക്കുന്ന സമയത്തുള്ള ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം ഫസ്റ്റ് പർച്ചേസിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ജെന്യൂൻ ബിസിനസ്സിലേക്ക് കയറുന്നത്. നമ്മുടെ പ്രൊഡക്ട്സിന് അപ് ടു 30% പ്ലസ് പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. സോ എല്ലാവർക്കും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും, അതല്ല മെയിൻ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടവർക്ക് അതിനും സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ്. അല്ലേക്ക് ഇതിനെ കുറിച്ച് ഇനി കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ നമ്പറോടെ കൊടുക്കാം, കോൺടാക്ട് ചെയ്തോളൂ, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ. ഫ്രാഞ്ചൈസിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഈ കോൺടാക്ട് നമ്പർ കൊടുക്കാം, കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റണം, അങ്ങനെ സംസാരിക്കാം. ഓക്കെ. ഇപ്പോൾ ഇവർക്കുള്ള അവയർനെസ് കാര്യങ്ങളൊക്കെ നമ്മളെ ഭാഗത്ത് ഉണ്ടാവുന്ന നമ്മൾ ചെയ്യും. കാരണം ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ഇങ്ങനെ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ടും അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റിംഗ് മെത്തേഡ് വന്നത്. നമ്മൾ ഏകദേശം ഒരു വർഷത്തിലധികമായിട്ട് നമ്മൾ ഓൺലൈൻ ത്രൂ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലേ. ഒരു 22ഓളം സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് റെഗുലർ ആയിട്ട് ഓർഡേഴ്സും വരുന്നുണ്ട്. ആ ഒരു റേഷ്യോ വെച്ച് ഏറ്റവും ലോ റേഷ്യോയിലാണ് കേരളത്തിൽ നിന്നുള്ള ഓർഡേഴ്സ്. കേരളം എന്ന് പറയുമ്പോൾ ഏറ്റവും സാക്ഷരത ആയിട്ടുള്ള ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുള്ള ഏരിയ ആണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഡയബറ്റിക്സ് ഉള്ള ഒരു ഏരിയയും കൂടിയാണ് കേരളമാണ്. പക്ഷെ കേരളത്തിൽ നിന്നാണ് ഓർഡേഴ്സ് കുറവല്ലേ. ഓക്കെ. സോ അതാണ് നമ്മളൊരു ഡയറക്റ്റ് ആളുകളിലേക്ക് എത്തുന്ന ഒരു പ്ലാനിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ കൺവേർട്ട് ചെയ്തത്. ഓക്കെ. സോ എന്ത് തോന്നുന്നു? എന്തായാലും എന്തുകൊണ്ടും സ്വീറ്റ് ഒരു സ്വീറ്റാണ്. ഞാനിപ്പോഴാണ് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. വേണമെങ്കിൽ ഇത് തിന്നാം. വേണ്ട, ഇനി പഞ്ചസാര വേണ്ട, കഴിക്കൂ. വേണ്ട, ഇനി സ്വീറ്റ് മതി. ഓക്കെ.